were beautiful like diamonds in the तारे भी देख के लुक छुप जाने आँखियाँ तेरी मेरे दिल पे वार करे तेरी ये अदा जानिए तुझे ना पता जानिए ऐसा नशा जानिए मेरे दिल को पार करे तेरी ये अदा जानिए तुझे ना पता जानिए ഉഫ്, അങ്ങനെ സെക്കൻഡ് ഇയർ കയറി എന്തായല്ലേ ഒരു വർഷം പോയത് അറിഞ്ഞില്ല. ആടാ ശരിയാ. എടിയില്ലേ, നീ അറിഞ്ഞോ നമ്മുടെ സന്ദീപ് സാറ് പോയെന്ന്? ഈ വർഷം തൊട്ട് ഏതോ ഒരു പുതിയ സാറ് വരുന്നെന്നാ കേട്ടത്. ആണോടാ? ഞാൻ അറിഞ്ഞില്ലടാ. ഓ, എന്നാലും നമ്മുടെ സന്ദീപ് സാർ ആയതുകൊണ്ട് ഇത്ര നാളും നമ്മളൊന്നും പറയണേ. വാ നീ അങ്ങേരെ വന്ന് കയറുന്നതിന് മുമ്പ് നമുക്ക് ക്ലാസ്സിൽ പോയേക്കാം. അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് പോകുന്നു. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അല്ല, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് യൂണ എന്തേ? ഓ അവളോ? എടാ, അവള് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ആ, എനിക്കറിയത്തില്ല എന്താണ്. എന്താ കുട്ടാ, മിസ് ചെയ്ത് തുടങ്ങിയോ? മിസ് ചെയ്യാനോ? എന്തിന്? ഞാൻ ചുമ്മാ ചോദിച്ചെന്നല്ലേ ഉള്ളു. എന്താ എനിക്ക് ചോദിക്കാൻ പാടില്ലേ? ഒരു കുഴപ്പമില്ല, നീ ചോദിച്ചോ. അങ്ങനെ ക്ലാസ്സിലേക്ക് അവരുടെ പുതിയ പ്രൊഫസർ വരുന്നു. I'm ready to save him, ready to give up to anybody that plays him. And I think I love him just like I raised him. When he called me mama, then ഹലോ, ഞാനാണ് നിങ്ങളുടെ പുതിയ പ്രൊഫസർ. എൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ്. എനിക്ക് ഇവിടെ ആരുടെയും പേരൊന്നും അറിയത്തില്ല. നമുക്ക് എല്ലാവരെയും വലിയ പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് എടുക്കാം. എടാ റിയാനെ, ഇത് എന്തോന്നടാ? ഇയാള് കള്ളല്ലേ? ഒന്ന് വളച്ച് നോക്കിയാലോ? വളയ്ക്കാൻ അങ്ങോട്ട് ചെന്നാലും മതി. അയാൾ ഇപ്പൊ നിന്നാലും കാത്തിരുന്നോ? എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ വളച്ചാലും അയാള് വളയും. വളയും വളയും. അവസാനം നീ വളയാതിരുന്നാ മതി. പോടറിയാനെ ഇറങ്ങി. എന്തായാലും നിന്റെ യൂണനെ കട്ടിക്കൊള്ളാം എന്നെ കാണാൻ. ഹേ, അവിടെ എന്ത് ബാക്കിലൊരു സംസാരം? സ്റ്റാൻഡ് അപ്പ്. ആഹാ, നൈസ്. വാ, എണീറ്റോ. എന്തായിരുന്നു അവിടെ സംസാരം? ഒന്നുമില്ലായിരുന്നു സാർ. ഓ, എന്തായിരുന്നു പറഞ്ഞ പേര്? റയാൻ. എന്ത്? ഞാൻ റയാൻ. ഞാൻ ലയ. എന്തായിരുന്നു അവിടെ? അത് സാർ, ലേക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്ത് കൊടുത്തയാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനല്ലേ ഞാനിവിടെ നിൽക്കുന്നേ. സോറി സാർ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ സാർ. ഇരിക്ക്. എടീ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിന്നെ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. ഓ, ഞാൻ വന്നപ്പോ ലേറ്റ് ആയിടാ. പിന്നെ ഓർത്ത് ക്ലാസ്സിൽ കയറണ്ടാന്ന്. അങ്ങനെ ഇവിടെ അങ്ങ് നിന്നതാ. എന്തായാലും മോശമായി പോയി. ഇവൻ എത്രത്തോളം മിസ് ചെയ്യുന്നറിയോ നിനക്ക്? ആണോ അറിയാനേ? എടിലേ, നീ ഒന്ന് പോയിക്കേ, ഓരോന്ന് ചുമ്മാ പറയാതെ. ഞാൻ എവിടെ പോകാനാണ്? ഞാൻ സോൾമേറ്റ് അല്ലേ? എപ്പോഴും നിന്റെ പേര് ഞാൻ ഇങ്ങനെ നടക്കും. എന്നാലേ ഇന്ന് എൻ്റെ സോൾമേറ്റ് ജാക്സന്റെ കൂടെ പോവാം. ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയ ഡേറ്റ് ഉണ്ട്. ഓ, ഡേറ്റ്? ആയിക്കോട്ടെ. ഓ, ജാക്സന്റെ കൂടെ പോകാനുള്ള ത്രാണി എനിക്ക് എന്നാലും ഇന്നില്ല. അവൻ്റെ കൂടെ പോയാൽ പിന്നെ ഇഷ്ടമുള്ളത് കേൾക്കേണ്ടി വരും. എന്നാ നിങ്ങൾ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്നാ ഓക്കെ, നീ വിട്ടോ. ബൈ. നീ വന്നോ? എന്ത് പറ്റി? നേരത്തെ ആണല്ലോ. നിന്റെ സോൾമേറ്റ് ഇന്ന് വന്നില്ലെന്ന് തോന്നുന്നു. അവനൊക്കെ വന്ന്. അവൻ വന്നും ചെയ്ത് യൂണിയനെ കൊണ്ട് ഡേറ്റിനും പോയി. ഞാൻ പിന്നെ എന്തെടുക്കാനാ? അപ്പൊ ഞാൻ ഇങ്ങോട്ടങ്ങ് പോന്നു. ഇവിടെ പിന്നെ ചേട്ടനുണ്ടല്ലോ. എന്തായാലും കാര്യമായി. നീ പോയി ഫ്രഷ് ആയിട്ട് എളുപ്പം വാ. നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? അതാരാ? അതൊക്കെയുണ്ട്. നീ ഫസ്റ്റ് പോയി ഫ്രഷ് ആയിട്ട് വാ. വന്നോ? വന്നു. ഇനി പറ, ഗസ്റ്റ് ആരാ? ഓ, ഗസ്റ്റോ? ഇനി എന്തിനാ ഞാൻ പറയുന്നേ? ദാണ്ടെ നീ തന്നെ കണ്ടോ, അങ്ങോട്ട് നോക്ക്. I saw the light inside
ഇവിടെ? അവൻ പിന്നെ എവിടെ പോണം? ഏ? ഇനി ഓരോന്നാലോചിച്ച് കുഞ്ഞു തല ചീത്തയാക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. കൊച്ചുനാളും മുതലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ എന്തോ ഒരു ജോലി ആവശ്യത്തിന് ഇവൻ പുറത്ത് പോയതാ. പിന്നെ അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പം ആണ്ടേ പിന്നെ ഇനി ഇവിടെ ആരുമില്ല. അപ്പം ഞാനിങ്ങോട്ട് വിളിച്ചു വിടാം. അപ്പം പിന്നെ ഞാനെങ്കിലും ഉണ്ടല്ലോ. ഇവിടെ വന്നപ്പോൾ എന്താ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ കോളേജിൽ തന്നെ ഇവന് പ്രൊഫസറായിട്ടൊരു ജോലിയും കിട്ടി. ഇനി എന്താ വേണ്ടേ? എല്ലാം ശുഭം. അതെന്തായാലും നന്നായി. രണ്ടുപേരുടെയും ഡേറ്റിംഗ് ഒന്നും കഴിഞ്ഞില്ലേ? പിന്നെ എല്ലാം കഴിഞ്ഞു. എന്താടി, എന്താ പറ്റി? നീ എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? ലയ എല്ലാം തുറന്നു പറയുന്നു. അടിപൊളി. എന്തായാലും ഇത് നിനക്ക് കാര്യം ഹെൽപ്പായില്ലേ? നീയല്ലേ പറഞ്ഞ നിനക്ക് അയാളോട് ഒരു ക്രഷ് ഉണ്ടെന്ന്. എന്തായാലും ഇന്ന് ക്ലാസ്സിൽ കാണണം. ബാ, ഞാൻ നിനക്ക് മുട്ട പപ്സും നാരങ്ങ വെള്ളം മേടിച്ചുതരാം. ബാ. ലയ വീട്ടിൽ കയറിയ ഉടനെ ജസ്റ്റിൻ സാറും ചേട്ടനും ഒരുമിച്ച് സംസാരിക്കുന്നത് അവൾ കണ്ടു. ഇനി ഞാനിന്ന് ക്ലാസ്സിൽ കയറില്ലെന്നാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. നീ വന്നോ? എത്ര നേരം കൊണ്ട് നിന്നെ ഇവിടെ കാത്തിരിക്കുന്നത്? എന്തിന്? ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാനത് ഒരുപാട് തെറ്റിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി വരുമ്പോൾ അത് നന്നായിക്കോളും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന്